സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് നടപ്പാക്കാനിരിക്കെ ഇന്ന് ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗം. എക്സൈസ് മന്ത്രി എം ലിജു പങ്കെടുക്കുന്ന യോഗത്തിൽ അതാത് യൂണിറ്റ് തലവന്മാരുൾപ്പെടെ പങ്കെടുക്കും. സംസ്ഥാന പോലീസ് പുതിയ അധ്യയന വർഷം നടപ്പാക്കുന്ന കർമ്മ പദ്ധതിയിൽ എക്സൈസും വിദ്യാഭ്യാസ വകുപ്പും പങ്കാളികളാകാനും ആലോചിക്കുന്നു. ആർ റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും? പ്രത്യേകിച്ച് എക്സൈസ് വകുപ്പിന്റെ തലവനില്ലാത്ത പ്രതിസന്ധിയും ചർച്ചയാകുമല്ലേ? ശ്രുതി, റിജിത്ത്, ഇന്ന് ഇങ്ങനെ യോഗം നടക്കുന്നത് സ്വാഭാവികമായും മന്ത്രി എം ലിജു ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗം എന്ന പ്രത്യേകത. സ്വാഭാവികമായും UDFന്റെ എക്സൈസ് നയം സംബന്ധിച്ച സൂചനകൾ ഈ യോഗത്തിൽ മന്ത്രി നൽകിയേക്കും. അതേപോലെ തന്നെയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ, അതിൽ ലഹരിവേട്ടയ്ക്കായി പോലീസ് പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ ജൂൺ ആദ്യവാരം, അത് സ്കൂൾ തുറക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നടപ്പിലാക്കുകയാണ്. ആ പദ്ധതിയുമായി സഹകരിക്കാനുള്ള ആലോചനയിലേക്കാണ് എക്സൈസ് കടക്കുന്നത്. എക്സൈസും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അടക്കം യോജിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ, വിദ്യാലയങ്ങളുടെ പരിസരത്ത് നേരത്തെ എക്സൈസ് നടത്തുന്ന പരിശോധനകൾ, അത് തുടരാനുള്ള തീരുമാനങ്ങൾ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ യോഗത്തിന് പ്രാധാന്യമുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോഴും എക്സൈസിന് മേധാവിയില്ല. നേരത്തെ ട്രിബ്യൂണലിൽ നിന്ന് വിധി വന്നതിന് ശേഷം ADGP ആയിരുന്ന MR അജിത് കുമാറിനെ എക്സൈസ് മേധാവി പദവിയിൽ നിന്നും നീക്കം ചെയ്തതാണ്. അതിനുശേഷം പുതിയ ഒരാളെ നിയമിച്ചില്ല. IAS അസോസിയേഷൻ എത്രയും പെട്ടെന്ന് നിയമനം നടത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വൈകാതെ സർക്കാരിൻ്റെ ഭാഗത്ത് തീരുമാനമുണ്ടാവുകയും ചെയ്യും. ഏതായാലും ഇന്ന് യോഗത്തിൽ ഈ വിഷയങ്ങളാകും ചർച്ചയാവുക. ലിജു മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ യോഗം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എക്സൈസ് മേധാവി മുതൽ ഓരോ യൂണിറ്റ് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള അവരാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുക. ശരി, വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകി.